പൂക്കോട്ടുംപാടം പാട്ടക്കരിമ്പ് റീഗൽ എസ്റ്റേറ്റിൽ പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. ശനിയാഴ്ച പുലർച്ചെ കൃഷിയിടത്തിലിറങ്ങിയ 8ഓളം വരുന്ന ആനക്കൂട്ടത്തെ വനപാലകരാണ് കാട്ടിലേക്ക് തിരികെ കയറ്റിയത്. എസ്റ്റേറ്റിനുള്ളിൽ നിലയുറപ്പിച്ചു. കാട്ടിൽ നിന്നും ഇറങ്ങി വന്ന ആനക്കൂട്ടം പോവാതെ എസ്റ്റേറ്റിൽ തന്നെ തമ്പടിച്ചത് ഭീതി വിതച്ചു. ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകരും RRT സംഘവും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിന് ശേഷമാണ് കാട്ടിലേക്ക് അയക്കാൻ സാധിച്ചത്. ആനക്കൂട്ടം 600 കമുകുകളും 400ഓളം റബ്ബർ മരങ്ങളുടെ തൊലിയും വലിച്ചുകീറി ഏകദേശം 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എസ്റ്റേറ്റ് ഉടമ വ്യക്തമാക്കി. കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. ആനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കാൻ വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. കാട്ടാനകളെ തുരത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സൌരോർജ്ജ വേലികളോ മറ്റ് സംവിധാനങ്ങളോ ഏർപ്പെടുത്തണമെന്നും തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. വഴിക്കടവ്, ചാലിയാർ, ചുങ്കത്ര പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.